ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം കൂടി നമുക്കുണ്ട്. സുരേഷ്, ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണ് സ്ഥിതി? അവിടുത്തെ ഇന്ത്യക്കാർ മലയാളികളൊക്കെ പരിഭ്രാന്തരാണോ? മോത്തി പരിഭ്രാന്തരാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പരിഭ്രാന്തരാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുള്ള ആക്രമണ പരമ്പര ഇന്നിപ്പോൾ 24 മണിക്കൂർ ആകുമ്പോഴേക്കും അത് അതുപോലെ തന്നെ തുടരുകയാണ്. ഏറിയും കുറഞ്ഞും ഒരിടത്ത് മാത്രമല്ല പലയിടത്തും ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പല കെട്ടിടങ്ങൾക്ക് മുകളിലും മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്നു. വീടിൻ്റെ മുന്നിൽ നിന്ന 2 പേർക്ക് മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നലെ വരെ ശാന്തമായിരുന്ന ഷാർജയിലേക്ക് ഇന്നിപ്പോൾ ആക്രമണം ഉണ്ടായി. ഷാർജ അൽനഹദ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ആക്രമണം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലേക്കും ആക്രമണം വ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു ധൈര്യം എല്ലാവർക്കും ഉള്ളത് ഈ ഭരണകൂടങ്ങളൊക്കെ നൽകുന്ന സുരക്ഷാ സംവിധാനങ്ങളാണ്. ഏറ്റവും പ്രധാനമായും ഈ മിസൈലുകളുടെ ഒന്നും നേരിട്ടുള്ള ആക്രമണം അല്ല പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. മറിച്ച് മിസൈൽ ആകാശത്ത് വെച്ച് നിർവീര്യമാക്കുകയോ അതിനെ പ്രതിരോധിക്കുകയോ തകർക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ടുള്ള തീപിടുത്തമാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള അപകടം അങ്ങനെ തന്നെയായിരുന്നു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അപകടം അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഷാർജയിൽ നിന്നും നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പുതിയൊരു വിവരം കൂടി വരുന്നുണ്ട്. ഇതുവരെ ആക്രമണം ഉണ്ടാകാതിരുന്ന ഒരു സ്ഥലത്തു കൂടി ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് ഒമാനിലാണ്. ഒമാനിൽ തീരപ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിനാണ് കസബ് മേഖലയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീരപ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലിലേക്ക് ആക്രമണം ഉണ്ടായി. ചരക്ക് കപ്പലിന് തീ പിടിച്ചു. ഈജിപ്ഷ്യൻ ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഒമാനിൽ ഇതുവരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഷാർജ അൽനഹദയിൽ നിന്നും ഉള്ളതാണ്. ദുബായ് അൽനഹദ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ ഷാർജ അൽനഹദ ഭാഗത്ത് കത്തുന്ന ആ ഒരു ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. അത് ഈ ആക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണതിന് ശേഷം ഉണ്ടായിട്ടുള്ള തീപിടുത്തമാണ്. ഖത്തറിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഖത്തറിലാണ് രാത്രി ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്ന്. രാവിലെയും അത്തരത്തിലുള്ള ആക്രമണം തുടരുകയും ചെയ്തിരുന്നു. UAE-യിൽ ഏറ്റവും അധികം ആക്രമണം നടന്നിട്ടുള്ള ഒരു മേഖല ദുബായും അതോടൊപ്പം തന്നെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. സുരേഷ്, ഇപ്പോൾ ആ ചരക്ക് കപ്പലിന്, ഈജിപ്ഷ്യൻ ചരക്ക് കപ്പലിന് തീ പിടിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വലിയ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. രൂക്ഷമായ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ. ദുബായിലും നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി. നേരത്തെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായി. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരാൾ മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതീവ ജാഗ്രതയിലാണ് അവിടെ ജനങ്ങളുള്ളത്. ഒമാനിലും ഇതുവരെ ഇല്ലാതിരുന്നു, നമ്മൾ ഇതുവരെയും കേട്ടില്ല. പക്ഷേ വാർത്തകൾ അനുസരിച്ച് ഒമാനിലും ആക്രമണം ഉണ്ട്. അവിടെ ദൂരമിട്ടിരുന്ന കപ്പലിൽ, ചരക്ക് കപ്പലിൽ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ, ഡ്രോൺ ആക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകുന്നത്. സുരേഷ്, മറ്റൊന്ന്, ഈ ഖത്തറിലടക്കമുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഖത്തറിൽ ഈ അവശ്യ വസ്തുക്കൾ, സാധനങ്ങളൊക്കെ വാങ്ങാനായി പൊതുജനങ്ങൾ മാളുകളിലും മറ്റ് കടകളിലും മറ്റും തിക്കിത്തിരക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്ന വിവരവും കൂടി ലഭ്യമാണല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് ഭരണകൂടം നൽകിയിട്ടുണ്ടോ? അവശ്യ വസ്തുക്കൾ വാങ്ങി ശേഖരിക്കണം എന്ന രീതിയിലോ മറ്റോ? തീർച്ചയായിട്ടും മോദി, അത്തരത്തിലുള്ളൊരു ആശങ്ക ആളുകൾക്കുണ്ടാകും സ്വാഭാവികമായും. കാരണം ഈ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും, അവശ്യ സാധനങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുമോ? പ്രത്യേകിച്ച് വിമാന സർവീസുകളൊക്കെ പൂർണ്ണമായും നിലച്ച സാഹചര്യത്തിൽ ചരക്ക് നീക്കം ഇല്ലാതാകും. അപ്പോൾ വരും ദിവസങ്ങളിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കാതാകുമോ എന്നുള്ള ആശങ്ക ആളുകൾക്കുണ്ട്. പക്ഷേ ഭരണകൂടങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു നിർദ്ദേശം നൽകുന്നത് അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഒരു രാജ്യത്തും ഇല്ല എന്ന് UAE വ്യക്തമാക്കുന്നുണ്ട്, ഖത്തർ വ്യക്തമാക്കുന്നുണ്ട്, കുവൈറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വെക്കേണ്ടതില്ല. രാജ്യത്ത് ആവശ്യത്തിന് സാധനങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത്രത്തോളം ആശങ്കയുടെ അടിസ്ഥാനമില്ല എന്ന് UAE ഒക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഷോപ്പിംഗ് മാളുകളിലേക്കോ അല്ലെങ്കിൽ ഗ്രോസറികളിലേക്കോ ഓടിപ്പോയി സാധനങ്ങൾ സംഭരിച്ചു വെക്കേണ്ട സാഹചര്യം ഒരിടത്തും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അതത് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വിലക്ക് ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ?
സുരേഷിന് കേൾക്കാമെന്ന് കരുതുന്നു. ഏതെങ്കിലും തരത്തിൽ യാത്രകൾക്ക്, അതായത് പുറത്തിറങ്ങി നടക്കുന്നതിനോ മറ്റ് അവശ്യ വസ്തുക്കൾ വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങുന്നതിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് ഈ രാജ്യങ്ങളിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഈ 4 രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന നിർദ്ദേശം ഏറ്റവും പ്രധാനമായി 1, ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങരുത്. 2, വലിയ ഉയരമുള്ള കെട്ടിടങ്ങളിൽ കയറുന്നതും താമസിക്കുന്നതും അത് പരമാവധി ഒഴിവാക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. 3-ാമത്തെ കാര്യം, തിരക്കുള്ള വലിയ റോഡുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക. 4-ാമത്തെ കാര്യം, സൈനിക കേന്ദ്രങ്ങളിലോ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൂടെയൊക്കെയുള്ള ആ മേഖലകളിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഈ മിക്ക GCC രാജ്യങ്ങളും സ്കൂളുകൾക്കൊക്കെ തന്നെ അവധി നൽകിയിട്ടുണ്ട്. UAE സ്കൂളുകൾക്ക് തിങ്കളാഴ്ച വരെ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലാണ്, റിമോട്ട് വർക്കിംഗ് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരമാവധി സർക്കാർ ജീവനക്കാരും അവധിയെടുത്ത് വീട്ടിൽ നിൽക്കുക എന്നുള്ള രീതിയിൽ, അത്യാവശ്യമായിട്ടുള്ള ആളുകൾ മാത്രം റിമോട്ട് വർക്കിങ്ങിലേക്ക് മാറുക എന്നുള്ള രീതിയിലാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഖത്തറിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം തന്നെ, സ്കൂളുകൾ അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജാഗ്രത എല്ലായിടത്തും തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് റോഡുകളൊക്കെ, ദുബായൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡുകൾ കൂടുതലും വിജനമാണ്. റോഡുകൾ ഞായറാഴ്ച ദിവസം വലിയ തിരക്കുണ്ടാകുന്ന താമസിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത്തരം കെട്ടിടങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ ഭരണകൂടം തന്നെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ, അതോ സ്വന്തം നിലയ്ക്ക് മാറണമെന്നാണോ? അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ബുർജ് ഖലീഫയ്ക്ക് നേരെ അവിടെ നിന്ന് പുകയുയർന്നു എന്ന തരത്തിൽ ചില വാർത്തകളുണ്ട്. അത് വ്യാജ വാർത്തകളാണ് എന്ന് രാവിലെ സുരേഷ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിലവിൽ എന്താണ് അവസ്ഥ? ഉയരം കൂടിയ കെട്ടിടം എന്ന നിലയിൽ അവിടെയും ഈ നിയന്ത്രണങ്ങൾ ബാധകമാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുർജ് ഖലീഫയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ബുർജ് അൽ അറബിന് തൊട്ടപ്പുറത്തുള്ള ബുർജ് അൽ അറബിന് നേരെയാണ് ഇന്നലെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ബുർജ് അൽ അറബിൽ ആ ആക്രമണത്തിൻ്റെ ഭാഗമായി തന്നെ അവിടെ അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബുർജ് ഖലീഫയിലേക്ക് ഒരു വിധത്തിലുള്ള ആക്രമണവും ഉണ്ടായിട്ടില്ല. അവിടെ താമസിക്കുന്ന ആളുകളോട് നമ്മൾ അല്പം മുൻപ് പോലും സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആശങ്കയും ഇല്ല എന്നുള്ള വിധത്തിൽ തന്നെയാണ് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ മൂർത്തി നേരത്തെ ചോദിച്ചതുപോലെ വലിയ കെട്ടിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നത് ബഹ്റൈനിൽ അങ്ങനെയുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈനിൽ ഈ പറയുന്നത് പോലെ വലിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ പരമാവധി അവിടെ നിന്നും മാറുന്നത് ഉചിതമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് താമസിക്കാനും അവർക്ക് ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ സമീപത്തുള്ള സ്കൂളുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. 10 സ്കൂളുകളാണ് ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ 10 സ്കൂളുകളിലായ ഏതാണ്ട് 17,000-ത്തിലധികം ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്നും മാത്രമാണ് ഇത്തരം വലിയ കെട്ടിടങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കുന്നതാണ് ഉചിതമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മറ്റൊരിടത്തും ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതോ ആയിട്ടുള്ള സാഹചര്യം നിലവിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന 2 ദൃശ്യങ്ങൾ, ഒന്ന് ദുബായ് എന്ന ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഷാർജ ഭാഗത്ത് ദുബായ് വിമാനത്താവളത്തിൻ്റെ അടുത്തുള്ളതാണ് ആ ദൃശ്യങ്ങൾ. നടുക്ക് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഒമാനിലെ കസബ് തുറമുഖത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. ഈജിപ്ഷ്യൻ കപ്പലാണിത്. ഈ ഈജിപ്ഷ്യൻ ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഖത്തറിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ടുള്ള ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലായിടങ്ങളിലും രാത്രിയും രാവിലെയും ഒക്കെ ഇപ്പോൾ നമ്മൾ ദുബായിയുടെ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഒന്ന് അൽക്കിയാദ ഭാഗത്ത്, അൽക്കിയാദ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്തുള്ളത്. ആ അൽക്കിയാദ ഭാഗത്ത് ഇന്ന് രാവിലെ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണുണ്ടായിട്ടുള്ള തീപിടുത്തത്തിൻ്റെ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മറ്റൊന്ന് ബഹ്റൈനിലെ ആകാശത്തിലൂടെ മിസൈലുകൾ ചീറിപ്പായുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇങ്ങനെ എല്ലായിടത്തും, ബഹ്റൈനിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും എല്ലായിടത്തും ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മോത്തി ഓർക്കുക, നേരിട്ടുള്ള ഒരു മിസൈൽ ആക്രമണം എന്നതിനപ്പുറത്തേക്ക് മിസൈലുകൾ ആകാശത്ത് വെച്ച് നിർവീര്യമാക്കുമ്പോൾ അല്ലെങ്കിൽ മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണുണ്ടാകുന്ന തീപിടുത്തമാണ് എല്ലായിടത്തു നിന്നും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം അധികൃതർ കൂടുതലായിട്ട് നൽകുന്നതും. ആളുകളെ മറ്റ് കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് പകരം ആളുകൾ അവരവരുടെ വീടുകളിൽ കഴിയുക, വീടുകളിൽ കഴിയുമ്പോൾ തന്നെ ജനലിനോട് ചേർന്നിട്ടോ ബാൽക്കണിയിലേക്കോ ഒക്കെ ഒന്നും പോകാതിരിക്കുക, പരമാവധി വീടിൻ്റെ അകത്ത് കഴിയുക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. ദൃശ്യങ്ങളിലേക്ക്